സ്രാവ് കറിയുടെ റെസിപ്പിയാണ്. ആവശ്യമുള്ള സാധനം: വലിയ ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി. സ്രാവ് ആദ്യം നല്ല വൃത്തിയിൽ മുറിച്ച് കഴുകി വെക്കുക. പിന്നെ പുളി നമ്മൾ കുതിർത്ത് വെക്കണം. വെള്ളം പാർന്ന് കുതിർത്ത് വെക്കുക. ആ പുളീൻ്റെ വെള്ളത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ കഷ്ണങ്ങളൊക്കെ മുറിക്കുന്നതിന് മുമ്പ് തന്നെ അത് കുതിർത്ത് വെക്കുക. പുളി നല്ല രീതിയിൽ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കുക. നല്ല രീതിയിൽ അതിൻ്റെ ജ്യൂസ് അതുപോലെ നല്ല രീതിയിൽ നമ്മൾ എടുക്കുക. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട. ഈ പുളിവെള്ളത്തിലാണ് വേവിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കുക. മുളക് പൊടി ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർക്കുക. എരിവുള്ള പൊടിയാണത്. പിന്നെ മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു പച്ചമുളക് ചീന്തിയതും കൂടെ അതിൽ ഇടുക. പിന്നെ നല്ലോണം തിളപ്പിക്കുക. അതായത് അതിൻ്റെ അരപ്പ് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് മീൻ ഇടാനുള്ളതാണ്. അത് തിളച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്തിടാണ്ട് കുറച്ച് ഉള്ളി ഇതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തിടണം. പിന്നെ നല്ല ചീനച്ചട്ടി നല്ല ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ കുറച്ച് ഉലുവ ഇടുക. കുറച്ച് ജീരകം, വലിയ ജീരകം, അതായത് പെരുംജീരകം എന്നൊക്കെ പറയും, അതും കൂടെ ഇടുക. എന്നിട്ട് അത് നല്ലൊന്ന് മൂപ്പിക്കുക. നല്ല മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ കറിയിലിട്ട് വേവിക്കുന്നതല്ല. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വാട്ടിയെടുത്തിട്ടാണ് കറിയിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ല, അതും കൂടെ ഇട്ട് വഴറ്റുക. പലരും പല രീതിയിൽ ഉണ്ടാക്കും. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. തക്കാളിയും കൂടെ ഇടുക. തക്കാളി ഒരു പകുതി തക്കാളിയും കൂടെ മുറിച്ച് വെച്ചത് അതും കൂടെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നല്ലോണം വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ ആദ്യം മീൻ വെച്ചിട്ടുണ്ടല്ലോ, മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കേണ്ടത്. നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഉടഞ്ഞ് വരണം. ഇത് വഴറ്റിയെടുക്കുമ്പോഴേക്കും അവിടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട്. അരപ്പുണ്ടാക്കി വെച്ചിട്ടില്ലേ, കലക്കി കൂട്ടി അടുപ്പത്ത് വെച്ചത് മസാല അത് ഒന്ന് നല്ല തിളച്ചിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച സ്രാവ് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് വേവുണ്ടാവും സ്രാവിന്. നല്ല അടച്ച് വെച്ചിട്ട് വേവിക്കണം.
ടേസ്റ്റ്.